അപകടമരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞ കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവ്. പത്തനംതിട്ട കടമ്പനാട് ഇടക്കാട് സ്വദേശി ജെഫിൻ മരണപ്പെട്ട കേസിലാണ് വിധി. മുണ്ടപ്പള്ളി സ്വദേശി ജിതിൻ 2 ലക്ഷം രൂപ പിഴയൊടുക്കണമെന്നും പത്തനംതിട്ട സെഷൻസ് കോടതി വ്യക്തമാക്കി. സീനിയർ വിദ്യാർത്ഥിക്ക് തോന്നിയ പകയിൽ ജീവനെടുത്ത കേസ്. സാധാരണ അപകടമരണമെന്ന് കണക്കാക്കിയ സംഭവം പ്രതിയുടെ ബന്ധുവിന്റെ മൊഴി പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസ്. വിശദാന്വേഷണത്തിലാണ് അപ്രതീക്ഷിത നീക്കങ്ങൾ അപകടത്തിന് പിന്നിലുണ്ടെന്ന് വ്യക്തമായത്. 2013 ഡിസംബർ 23 വൈകിട്ട് 6:30 അപകടം. മണക്കാല സെമിനാരിപ്പടിയിലായിരുന്നു സംഭവം. റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിലിരുന്ന് ഫോൺ ചെയ്യുകയായിരുന്നു ജെഫിൻ. പ്രതി ജിതിൻ ഓടിച്ചു വന്ന ബൈക്കിടിച്ച് ജെഫിന് തലയ്ക്കും നെഞ്ചിനും ഗുരുതര പരിക്കുകൾ പറ്റി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഡിസംബർ 30 ജെഫിൻ മരിച്ചു. പോലീസ് അന്വേഷണത്തിൽ അപകടം കൊലപാതകമായി മാറി. പശ്ചാത്തലം ഇതായിരുന്നു. 2012 ഈറോഡ് വെങ്കടേശ്വര ഹൈടെക് പോളിടെക്നിക് കോളേജിൽ ഡിപ്ലോമ കോഴ്സിന് വിദ്യാർത്ഥിയായിരുന്നു ജെഫിൻ. അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ 1 വർഷം സീനിയറായി പഠിച്ചയാളാണ് പ്രതി ജിതിൻ. ജെഫിനോട് ഒരിക്കൽ ജിതിൻ പണം ആവശ്യപ്പെട്ടു. എന്നാൽ ജെഫിൻ നൽകിയില്ല. ഇതേ ചൊല്ലി ചില പ്രശ്നങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് 4 മാസങ്ങൾക്കു ശേഷം പഠനം പൂർത്തിയാക്കാതെ ജെഫിൻ നാട്ടിലേക്ക് മടങ്ങി. ഇതാണ് അപകടം കരുതിക്കൂട്ടി സൃഷ്ടിച്ചതാണെന്ന് വ്യക്തമാക്കിയ പശ്ചാത്തലം. വെറുമൊരു വാഹനാപകട കേസിൽ ഒതുങ്ങുമായിരുന്ന സംഭവം അടൂർ പോലീസ് നടത്തിയ മികവുറ്റ അന്വേഷണത്തിന്റെ ഫലമായി കൊലപാതകമെന്ന് വ്യക്തമാവുകയായിരുന്നു. അതേസമയം പിഴത്തുക 2 ലക്ഷം രൂപ കൊല്ലപ്പെട്ട ജെഫിന്റെ മാതാപിതാക്കൾക്ക് നൽകണമെന്ന വിധിന്യായത്തിൽ കോടതി വ്യക്തമാക്കുന്നു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.